നിലവിലെ നമ്മുടെ സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരുണ്ടല്ലോ, CPM-ലും CPI-ലും NCP-യിലും ഒക്കെ ആയിട്ട്, JDU-ലും ഒക്കെ ആയിട്ട്, ക്ഷമിക്കണം, ജനതാദളിലും ഒക്കെ ആയിട്ട് മന്ത്രിമാരുണ്ടല്ലോ. ഇതിലെത്ര പേർ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരും? അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ചില CPM മന്ത്രിമാരെക്കുറിച്ചാണ്. അവരാണല്ലോ മന്ത്രിസഭ നയിക്കുന്നത്. അതെ അതെ അതെ, വലിയേട്ടൻ. അപ്പോൾ UDF-കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ വലിയ തയ്യാറെടുപ്പിലാണ്. കാരണം VD സതീശൻ്റെ വനവാസം ഒഴിവാക്കണം. അതെ അതെ അതെ, വെള്ളാപ്പള്ളിയോട് പകരം വീട്ടണം. അതെ, VD സതീശൻ ഒരു ഉറച്ച പ്രതിജ്ഞ തന്നെ എടുത്തിരിക്കുകയാണ്. 100 സീറ്റിൽ എത്തിച്ചിരിക്കും UDF-നെ. കോട്ടെ 95 98 വരെയെങ്കിലും ആകട്ടെ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലാണ് UDF നിൽക്കുന്നത്. അതുകൊണ്ട് എന്തായാലും UDF-ന് ജയിച്ച് വന്നേ മതിയാവും. ജയിച്ചേ മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ UDF-നും ഇല്ല, കോൺഗ്രസും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും. പാലോടി രവി പറഞ്ഞതുപോലെ എടുക്കാച്ചരക്കായി മാറും. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, നമുക്കറിയാം ഇപ്പം തന്നെ CPM-ലെ പല മന്ത്രിമാരും വലിയ പരാജയത്തിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില മന്ത്രിമാർ, ഒരു 6-7 മന്ത്രിമാരുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവരുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് ഏത് തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നതെന്നും നോക്കാം. ഇപ്പോൾ കൊട്ടാരക്കര മണ്ഡലം തന്നെ നോക്കാം. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ നമുക്ക് ബാലകൃഷ്ണപിള്ളയാണ് ഓർമ്മ വരുന്നത്. അത് പോയിട്ട് ഐഷ പോറ്റിയെ നിർത്തിയാണ് CPM പിടിച്ചെടുത്തത്. അങ്ങനെ ഐഷ പോറ്റി ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടി കൊണ്ടുവന്നു. ഏറ്റവും അവസാനം വന്നിട്ട് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി വിജയിച്ചത് 16-ൽ. ഈ 21-ൽ കൊണ്ടുവന്നിട്ട് പിണറായി വിജയൻ തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ബാലഗോപാലിനെ അവിടെ ഇറക്കി. 10,000 വോട്ടിന് മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സാഹചര്യത്തിൽ ആ മണ്ഡലം ഇവർക്ക് കൈവിടാനുള്ള സാധ്യത മുഴുവൻ കാണുന്നുണ്ട്. ബാലഗോപാൽ ഒരു ധനമന്ത്രി എന്നുള്ള രീതിയിൽ പരാജയവും സംഭവിച്ചു. ഐഷ പോറ്റി ചുവട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഐഷ പോറ്റി തന്നെ ആയിരിക്കാം ആ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുള്ളത്. അടുത്തത് വരുന്നത് കളമശ്ശേരി മണ്ഡലത്തിലാണ്. കളമശ്ശേരി മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തത് ലീഗിൻ്റെ കയ്യിലിരുന്നതാണ്. അതായത് ഇബ്രാഹിം കുഞ്ഞൻ 2011-ലും 2016-ലും ഇബ്രാഹിം കുഞ്ഞായിരുന്നു. 2021-ൽ വന്നപ്പോൾ ഈ ഇബ്രാഹിം കുഞ്ഞ് മറ്റേ പാലം ഉണ്ടല്ലോ, പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ വലിയ പഞ്ചവടി പാലം വലിയ പൊല്ലാപ്പ് അവർ അനുഭവിച്ചു. അതുകൊണ്ട് 2021-ൽ മകൻ അബ്ദുൾ ഗഫൂറിനെ മത്സരിക്കുക. പക്ഷേ എന്നിട്ടും അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്നാണ് അവിടെ രാജീവ് വിജയിച്ചത്. പക്ഷേ ഇത് ലീഗിൻ്റെ കയ്യിലിരിക്കുന്നതാണ്. അത് കോൺഗ്രസ് എന്ത് ചെയ്യാൻ പോകുന്നു? ഏറ്റെടുക്കാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ നീക്കമെന്ന് പറയുന്നത് ഘടകകക്ഷികളിൽ ഏതെങ്കിലും മന്ത്രിമാരെ തോൽപ്പിക്കണം എന്നുള്ള കണക്കുകൂട്ടൽ നിൽക്കുന്ന സ്ഥിതിക്ക് അത് കോൺഗ്രസ് ആ മണ്ഡലം ഏറ്റെടുക്കും. എന്നിട്ട് അവിടെ ഘടകകക്ഷിക്ക് വേറെ എവിടെയെങ്കിലും കൊടുക്കുക. അപ്പോൾ കളമശ്ശേരി മണ്ഡലം ലീഗിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അത് ലീഗിന് കോൺഗ്രസ് മത്സരിക്കും, കൊച്ചി ലീഗിന് കൊടുക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ പി രാജീവൻ നമുക്കറിയാം വലിയ സൈദ്ധാന്തികനാണല്ലോ. അപ്പം അത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഒക്കെ നിൽക്കുന്ന സ്ഥിതിക്ക് കളമശ്ശേരിയിൽ ഇവർക്ക് പരാജയം സംഭവിക്കും. കളമശ്ശേരിയിൽ ധാരാളം മുസ്ലിം വോട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭരണവിരുദ്ധ വികാരമായിട്ട് തന്നെ അത് പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ്. മൂന്നാമത് നമ്മൾ വരുന്നത് MP രാജേഷിൻ്റെ മണ്ഡലത്തിലാണ്. MP രാജേഷിൻ്റെ മണ്ഡലം തൃത്താലയാണ്. VT ബൽറാമിനെ 3000 വോട്ടിന് പരാജയപ്പെടുത്തി MP രാജേഷ്. ഇത്തവണ 2026-ൽ VT ബൽറാമിനെ തന്നെയാണ് അവിടെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയല്ലേ സാർ നമ്മുടെ സന്ദീപ് വാര്യർ BJP-ക്ക് വേണ്ടി മത്സരിച്ചതും? അതെ. അപ്പം ഒരുപക്ഷെ അവിടെ BJP-ക്ക് അല്പം സ്വാധീനമുള്ള ഇടമാണ്. അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം വരും. തീർച്ചയായിട്ടും BJP കുറേ വോട്ടുകൾ പിടിച്ചത് കൊണ്ടായിരിക്കണം ബൽറാം അവിടെ തോറ്റുപോയത്. ഇത് തന്നെ വരും കൊട്ടാരക്കരയിലും BJP നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്.
അപ്പോൾ തൃത്താലയിൽ VT ബലറാം തന്നെ 26-ൽ മത്സരിക്കും എന്നാണ് കോൺഗ്രസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നാലാമത് സ്ഥിരമായിട്ട് ബലറാം ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ MP രാജേഷിനെ കുറിച്ചും പരാതി ധാരാളമുണ്ട്. എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയാണ്. പിന്നെ അടുത്തത് വരുന്നത് ഏറ്റവും ആദ്യം പരാജയം ഉറപ്പിക്കാവുന്ന CPM മന്ത്രിമാരിൽ ഒരാൾ വീണ ജോർജ്, ആറന്മുള മണ്ഡലം. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, അത് ഉറപ്പാണ്. ആ പ്രദേശത്ത്, ആ മണ്ഡലത്തിൽ ശക്തമായ ഒരു വിരുദ്ധ വികാരമുണ്ട്. അത് വിരുദ്ധ വികാരം മാത്രമല്ല, CPM തന്നെ വിഭിന്ന സ്വരത്തിലുമാണ്. വീണയ്ക്കെതിരെ പ്രാദേശികമായിട്ട് CPM-നുള്ളിൽ വലിയ ഒരു പോര് അവിടെ നടക്കുന്നുണ്ട്. അത് 2016-ൽ മത്സരിക്കാൻ ഇറങ്ങുന്ന നാൾ മുതൽ അവിടെ ഉണ്ടതാണ്. പക്ഷേ 16-ലും 21-ലും അതിനെ അതിജീവിക്കാൻ വീണയ്ക്ക് സാധിച്ചു. 19-ൽ പാർലമെന്റിൽ മത്സരിച്ചു, 19-ൽ തോറ്റുപോയി. എങ്കിലും ഈ 16-ലും 21-ലും വീണ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ സഭയുടെ വോട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സഭയുടെ നോമിനിയാണ്. പറഞ്ഞതുപോലെ 2016-ലും 21-ലും BJP അവിടെ വോട്ട് പിടിച്ചിട്ടുണ്ട്. 16-ൽ പ്രത്യേകിച്ചും MT രമേശ് 16-ൽ മത്സരിച്ചതാണ്. അപ്പോൾ BJP അവിടെ ഈ UDF-ന് കിട്ടുന്ന ഒരു നായർ വോട്ട് അവിടെ വളരെ നിർണായകമാണ്. അപ്പോൾ ആ വോട്ടിൽ വലിയ സ്പ്ലിറ്റ് ഉണ്ടായി. അതാണ് ശിവദാസ് നായർ അവിടെ തോക്കാൻ കാരണം. ഏതാണ്ടൊരു 20,000 വോട്ടിനാണ് അന്ന് സദാശിവം നേരെ പരാജയപ്പെടുത്തിയത്. പക്ഷേ കത്തോലിക്ക സഭയ്ക്കും അവിടെ വലിയ കത്തോലിക്ക സഭയ്ക്കും ഓർത്തഡോക്സിനും ഒക്കെ വോട്ടുണ്ട്. അവിടെ കോൺഗ്രസ് ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി അച്ചൂമ്മനാണ്. അച്ചൂമ്മൻ്റെ പേരിനാണ് അവിടെ മുൻഗണന വന്നിരിക്കുന്നത്. അത് അപ്പോൾ സഭയുടെ വോട്ടും ഉണ്ടാകും. പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ള പരിഗണന രീതിയിൽ കേരളം മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്നേഹപ്രകടനം എപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അതും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അപ്പോൾ വീണ ജോർജിന്റെ അവിടെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അത്യാവശ്യം കൊള്ളാവുന്ന ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ആറന്മുളയിൽ ജയിക്കും. കാരണം വീണയോട് അവിടെ ഒരു വിയോജിപ്പുണ്ട്. വീണ ജോർജിനോട് ആറന്മുള മാത്രമല്ല കേരളം മുഴുവൻ എതിർപ്പുണ്ടെന്നുള്ളതാണ്. ഇനി വീണ ജോർജിനെ ഇറക്കുമോ എന്നും അറിയത്തില്ല കേട്ടോ. ഈ പരാജയ ഭീതി മനസ്സിലാക്കിയിട്ട് മറ്റാരെങ്കിലും ഇറക്കും എന്നുള്ളതാണ്. ഇപ്പൊ കൊല്ലത്ത് മുകേഷിനെ മാറ്റിയിട്ട് ചിന്തോ ജെറോമിനെ ഇറക്കുമെന്നാണ് പറയുന്നത്. അത് അതിലും ഭേദം മുകേഷാണ് നല്ലത്. ഇനി അടുത്തത് നമ്മൾ എടുത്തു പറയേണ്ടത് ഇരിങ്ങാലക്കുട മണ്ഡലമാണ്. മന്ത്രി ബിന്ദുവിൻ്റെ. അതും ഈ പറയുന്നത് പോലെ വളരെ നേരത്തെ തന്നെ തോൽവി ഉറപ്പായിട്ടുള്ള എതിർകക്ഷികൾക്ക് കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ നിലവിലെ UDF-ലെ ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിനാണ്. അത് അവിടെ ഉണ്ണിയാടനെ 6000 വോട്ടിനാണ്, തോമസ് ഉണ്ണിയാടൻ 6000 വോട്ടിനാണ് ബിന്ദു പരാജയപ്പെടുത്തിയത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് മറ്റൊരു സീറ്റ് നൽകിയിട്ട് ഇത് കോൺഗ്രസ് ഏറ്റെടുക്കും. അപ്പോൾ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ എടുക്കുക. ഇതൊക്കെ BD സതീശൻ്റെ ചില നീക്കങ്ങളായിട്ടാണ് നമ്മൾ അറിയുന്നത്. പിന്നെ അടുത്ത 6ാമത് വരുന്നത് ചെങ്ങന്നൂർ മണ്ഡലമാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ സജി ചെറിയാൻ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ ജയിച്ചു വന്നത്. അവിടെ പലതരത്തിൽ പാർട്ടി ഏറ്റവും കൂടുതൽ വിഭാഗീയത നിൽക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. സജി ചെറിയാനെതിരെ പരക്കെ ആക്ഷേപവും അഭിപ്രായങ്ങളും സജി ചെറിയാൻ അവിടെ വലിയ സ്വാധീനം ഉണ്ടായി. ഒരു ട്രസ്റ്റ്, കരുണ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് സഹായമൊക്കെ ചെയ്യും. പിന്നെ വലിയൊരു മേളയൊക്കെ സംഘടിപ്പിക്കുന്നു. ചെങ്ങന്നൂർ മേള. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് അവിടെ മത്സരിക്കാൻ നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അവിടെ മുമ്പ് വിജയകുമാറാണ് മത്സരിച്ചത്. അത് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് തന്നെ ആയിരുന്നു, സെക്രട്ടറി ആയിരുന്ന. ഇനിയിപ്പോൾ വിജയകുമാറിൻ്റെ മകൾ ജ്യോതി വിജയകുമാറിനെ ഇറക്കുമെന്നാണ് അറിയുന്നത്. അതായത് രാഹുൽ ഗാന്ധിയൊക്കെ വരുമ്പോൾ പരിഭാഷകയായിട്ട് വരുന്ന ജ്യോതി വിജയകുമാർ. അവിടെ എന്തായാലും അപ്പോൾ ഒരു നല്ല മത്സരമായിരിക്കും. ഇനിയിപ്പോൾ ചെങ്ങന്നൂരിലും ഈ പ്രശ്നമുണ്ട്. BJPക്ക് ധാരാളം വോട്ടുള്ള സ്ഥലമാണ്. ഈ BJP പിടിക്കുന്ന വോട്ടുകളാണ് അവിടെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ BJPയുടെ കയ്യിലാണ് 16-ലും 21-ലും ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ അത് സംഭവിച്ചു. അപ്പം BJPയുടെ കയ്യിലാണ് UDF-ന്റെ ജയവും തോൽവിയും എല്ലാം ഇരിക്കുന്നത്. ഇനിയും നമുക്കൊരു മണ്ഡലം കൂടി പറയാം. അതായത് ആ മന്ത്രി മത്സരിക്കാൻ സാധ്യതയില്ല. അത് നേമമണ്ഡലമാണ്.
ശിവൻകുട്ടി മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ്. കാരണം അതെ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടനവധിയുണ്ട്. അപ്പോൾ പക്ഷേ അഥവാ അത് ആര് മത്സരിച്ചാലും അവിടെ നല്ല മത്സരമായിരിക്കും. മന്ത്രിയായാലും ആരെങ്കിലും പുതുതായിട്ട് രംഗപ്രവേശം ചെയ്താൽ പോലും കനത്ത BJP വലിയ പ്രതീക്ഷ വച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് കാരണം കൈനീട്ടം കിട്ടിയ മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ 6 മന്ത്രിമാരെ പരാജയപ്പെടുത്താനായിട്ട് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.